Hello dear students. Now we will JEE Main 2024 30th January first shift in the physics question discussion. Exam comparatively exam physics questions easy questions. Now JEE Main prepare question pattern work result question discussion. First question. Column 1, column 2 match a simple question. Physical quantities and dimensions. Coefficient of viscosity. Coefficient of viscosity is equations. Stokes formula F is equal to 6 pi eta RV. Eta is equal to F by 6 pi RV. So dimensions of eta is equal to F in the dimension force M L T raised to minus 2 divided by 6 pi dimensions constant R length ആണ് dimensions L V velocity ആണ് velocity dimensions L T raised to minus 1 so dimensions is M L ഒരെണ്ണം cancel ആയി പോയി M L raised to minus 1 T raised to minus 1 അപ്പോൾ dimensions of coefficient of viscosity M L raised to minus 1 T raised to minus 1 അപ്പോൾ A യുടെ ആൻസർ നമുക്ക് 3 ആണ് വരുന്നത്. അപ്പോൾ A യുടെ ആൻസർ 3 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് ആ പാടെ ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ A യുടെ ആൻസർ 3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എക്സാമിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർഫസ് ടെൻഷൻ is equal to ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ml t raised to minus 2 ആണ്. ഡിവൈഡഡ് ബൈ L വരും. അപ്പോൾ M t raised to minus 2 വരും. Surface tension M T raised to minus 2. So, M L raised to 0, T raised to minus 2, 4, B, 4 correct. Angular momentum. Angular momentum L is equal to M VR. Now, dimensions mass in the dimension M, velocity L T raised to minus 1 into length M L square T raised to minus 1. M L square T raised to minus 1, 2. So, C answer 2 correct. Kinetic technology, energy dimensions of familiar ml square T raised to minus 2. So, 1 over. So, answer option 3 is confusion. Simple question. All these surfaces are shown in figure are frictionless and pulleys and strings are light. The acceleration of block of mass 2 kg is. We have a question on constrained motion. We have a free body diagram. 4 kg mass in the weight 4G active. Now, string in a tension but tension we consider this string tension T and the light and inextensible string massless string point tension on a single string same tension T. Now, this pulley അപ്പോൾ പുള്ളിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നോക്കിയാൽ പുള്ളിയിൽ രണ്ട് ടെൻഷൻ ഫോഴ്സുകൾ മുകളിലേക്കുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ടെൻഷൻ ടി മുകളിലേക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ അടുത്ത സ്ട്രിങ്ങിലെ ടെൻഷൻ ടി മുകളിലോട്ട് ആക്ട് ചെയ്യാം. അപ്പം നമുക്ക് ആ പുള്ളിയിൽ ടി അപ്വേർഡ് ടെൻഷൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം അടുത്ത താഴത്തെ സ്ട്രിങ്ങിലെ ടെൻഷൻ എത്രയായിരിക്കണം? 2 × T ആയിരിക്കണ്ടേ. കാരണം പുള്ളിക്ക് മാസ് 0 ആണ്. അപ്പോൾ മാസ് 0 ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നെറ്റ് ഫോഴ്സ് ഓൺ ദി പുള്ളി ഷുഡ് ബി 0. അപ്പോൾ 2T ഷുഡ് ബി ഡൗൺവേർഡ്. അപ്പോൾ T+T അപ്വേർഡ് ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ താഴത്തെ സ്ട്രിങ്ങിൽ 2T ടെൻഷൻ വരും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 4 കിലോഗ്രാമിനെ കണക്ട് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിലെ ടെൻഷൻ 4 കിലോഗ്രാമിനെ മുകളിലേക്ക് വലിക്കും. ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ 4 കിലോഗ്രാമിലെ ടെൻഷനാണ്. അത് അപ്വേർഡ് ആണ്, ടെൻഷൻ പുള്ളിങ് ഫോഴ്സ് ആണ്, അത് 2T വരും. ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ പ്രത്യേകത. പിന്നെ 2 കിലോഗ്രാമിൽ നമുക്കറിയാം അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ വെയിറ്റിൻ്റെ ഒരു കോമ്പണൻറ്റ് സർവസിന് പാരലലായിട്ട് mg sin 30 വരും. ഇനി സർവസിന് പെർപെൻഡിക്കുലറായിട്ട് mg cos 30. അപ്പോൾ അതും ആ സർവസിൽ നിന്ന് കിട്ടുന്ന നോർമൽ ഫോഴ്സും കൂടെ ക്യാൻസൽ ആവും. അപ്പോൾ അത് മോഷനുമായിട്ട് ഇവിടെ എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ mg cos θ is equal to n വരും. അപ്പോൾ നമുക്ക് ആക്സലേഷൻ എടുക്കുമ്പം 4 കിലോഗ്രാമിൻ്റെ ആക്സലേഷൻ A1 എന്ന് എടുക്കാം. അപ്പോൾ ഇത് A2 എന്ന് എടുക്കാം. അപ്പോൾ ഈ മാസ് താഴോട്ട് ആക്സലറേറ്റ് ചെയ്താൽ ഇത് മുകളിലോട്ട് ആക്സലറേറ്റ് ചെയ്യും. ആക്സലേഷൻസ് A1 A2 എന്ന് എടുക്കാം. നമുക്കറിയാം കൺസ്ട്രെയിൻഡ് മോഷൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് സ്ട്രിങ് മാസ്ലെസ് ആൻഡ് ഇൻഎക്സ്റ്റെൻസിബിൾ ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദി ടെൻഷൻ ഓൺ ദി സിസ്റ്റം 0 ആണ്. അതിൽ നമുക്ക് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിഗ്മ ടി ഡോട്ട് എ 0. T is tension, A is acceleration. Then sum of the T dot A 0 ആയിരിക്കും.
because total work done by the tension on the system should be 0. അപ്പോൾ നമുക്ക് 4 കിലോഗ്രാം മാസിൽ 2t താഴോട്ട് അതിൻ്റെ ആക്സിലേഷൻ A1 താഴോട്ട് 2t മുകളിലോട്ടും ആക്സിലേഷൻ താഴോട്ടും അപ്പോൾ 2t ഇൻറ്റു A1 ഇൻറ്റു കോസ് 180 ഡിഗ്രി വരും. നമ്മൾ ആ ടി ഡോട്ട് എ എടുത്തു. ടി ഡോട്ട് എ എടുക്കുമ്പോൾ ടെൻഷൻ 2t ആണ്, ആക്സിലറേഷൻ A1 എന്ന് എടുത്തു. 2tയും ആക്സിലേഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അപ്പോൾ കോസ് 180 വരും. ഇനി ഇവിടെ എടുക്കുകയാണെങ്കിൽ ടെൻഷൻ ടി അലോങ് ദി സർഫസ് മുകളിലേക്ക്, ആക്സിലേഷൻ മുകളിലേക്ക്, അപ്പോൾ പ്ലസ് ടെൻഷൻ ടി ഇൻറ്റു A2 ഇൻറ്റു കോസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ 2 മാസുകളിൽ ടെൻഷൻ ആക്ട് ചെയ്യുന്നു. ആ ടി ഡോട്ട് എ സം എടുത്തു ആ 0 ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ കോസ് 180 -1 വരും. ഇപ്പോൾ -2t A1 പ്ലസ് t A2 ഈസ് ഈക്വൽ ടു 0. ടി കോമൺ ആയതുകൊണ്ട് ക്യാൻസലായി പോകും. സോ A2 ഈസ് ഈക്വൽ ടു 2A1. ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡുകളുടെ റിലേഷൻ കിട്ടി. A2 ഈസ് ഈക്വൽ ടു 2A1. അപ്പോൾ ഇതാണ് കൺസ്ട്രെയിൻഡ് പ്രിൻസിപ്പിളി നമുക്ക് കിട്ടുന്നത്. ഇനി സിമ്പിളാണ്, 2 മാസുകളുടെ മോഷൻ്റെ ഇക്വേഷൻ എഴുതുക, സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഫോർ മാസ് 4 കിലോഗ്രാം ഇക്വേഷൻ എഴുതുവാണെങ്കിൽ 4g വെയിറ്റ് താഴോട്ട് വരും, -2t മുകളിലേക്ക് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ആക്സിലറേഷൻ A1. അപ്പോൾ അത് ഇക്വേഷൻ 1 എന്നെടുക്കാം. നെറ്റ് ഫോഴ്സ് 4g -2t ദാറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു A1. അടുത്ത ഫോർ 2 കിലോഗ്രാം മാസ് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ടെൻഷൻ അലോങ് ദി ഡയറക്ഷൻ ഓഫ് ആക്സിലേഷൻ അത് മൈനസ് mg സൈൻ 30. m നമുക്കറിയാം 2 ആണ്, അപ്പോൾ 2g ഇൻറ്റു സൈൻ 30 നമുക്കറിയാം 1/2 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആക്സിലറേഷൻ A2. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മളൊരു 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പോൾ 2 ഇൻറ്റു ടി വരും, -2 പോയിട്ട് ഇവിടെ 2g വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു A2. ഇൻസ്റ്റെഡ് ഓഫ് A2 വി ഹാവ് 2A1. സോ 4 ഇൻറ്റു 2A1. അപ്പോൾ ഇത് ഇക്വേഷൻ 2 എന്നെടുക്കാം. ഇനി നമുക്ക് ആ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ ഒന്ന് ആഡ് ചെയ്താലോ. ഇക്വേഷൻ 1 + 2 എടുത്താൽ നമുക്ക് അഡ്വാൻറ്റേജ് 2t -2t ക്യാൻസൽ ആയി പോകുള്ളൂ. 2t -2t പോയി 4g -2g 2g വരും. ദാറ്റ് ഈസ് 4 ഇൻറ്റു 2 8 + 4 12A1 വരും. സോ A1 ഈസ് ഈക്വൽ ടു g/6. സോ A2 ഈസ് ഈക്വൽ ടു നമുക്ക് 2A1 ആണ്, അപ്പോൾ 2g/6 വരും, ദാറ്റ് ഈസ് g/3. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് ദി മാസസ് കിട്ടി. A1 g/6ഉം A2 g/3ഉം. നമുക്ക് ആക്സിലറേഷൻ ഓഫ് ബ്ലോക്ക് മാസ് 2 കിലോഗ്രാം ആണ് വേണ്ടിയത്. 2 കിലോഗ്രാമിൻ്റെ ആക്സിലറേഷൻ നമുക്ക് A2 ആയിരുന്നു, അപ്പോൾ A2 ഈസ് ഈക്വൽ ടു g/3 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കി സിമ്പിളാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ 2 കിട്ടും. നമുക്ക് അടുത്തത് 33ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട് ഈസ് ഷോൺ ഇൻ ഫിഗർ. ദി ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഈസ്. അപ്പോൾ നമുക്ക് ആ ഡയഗ്രത്തിൽ കുറേ റെസിസ്റ്റൻസുകൾ സീരീസ് കോമ്പിനേഷനിലാണ്. അപ്പോൾ അതിന് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷനിൽ കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ ഐഡിയൽ വോൾട്ട്മീറ്റർ എടുത്താൽ ഈ വോൾട്ട്മീറ്ററിൽ കൂടെ കറണ്ട് 0 ആണ് നമുക്കറിയാം. അപ്പോൾ ഈ റെസിസ്റ്റൻസുകളെല്ലാം സീരീസ് കോമ്പിനേഷനിലാണ്, കറണ്ട് സെയിം. അപ്പോൾ കറണ്ട് ത്രൂ ദി സർക്യൂട്ട് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. കറണ്ട് I ഈസ് ഈക്വൽ ടു V/R എഫക്റ്റീവ്. V എന്ന് പറയുന്നത് അപ്ലൈഡ് വോൾട്ടേജ് 4 ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിയേ. ഇവിടെ 1 2 3 4 5 6 7 റെസിസ്റ്റൻസുകളോ 100 ഓം സീരീസിലുണ്ട്. അപ്പോൾ 700 ഓം വരും, ഓർ 0.7 കിലോ ഓം വരും. അപ്പോൾ 3.3 + 0.7 4 കിലോ ഓം വരും. അപ്പോൾ 4 കിലോ ഓം ആണ്, അപ്പോൾ 4 ഇൻറ്റു 10⁻³ വരും. ദാറ്റ് ഈസ് 10⁻³ ആംപിയർ ഓർ 1 മില്ലി ആംപിയർ ആണ് കറണ്ട്. അപ്പോൾ V0 കാണുമ്പോൾ അഗൈൻ I ഇൻറ്റു R എടുത്താൽ മതി. കാരണം ഈ കോമ്പിനേഷൻസ് ഇത്രയും റെസിസ്റ്റൻസുകളുടെ കോമ്പിനേഷന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V0. അവിടെ 1 2 3 4 5 റെസിസ്റ്റൻസുകളുണ്ട്. റെസിസ്റ്റൻസ് 500 ആണ്. കറണ്ട് 1 മില്ലി ആംപിയർ ഓർ 10⁻³ ആംപിയർ ആണ്. ഇൻറ്റു റെസിസ്റ്റൻസ് 500 ആണ് വരുന്നത്. അപ്പോൾ 0.5 വോൾട്ട് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്, 0.5 വോൾട്ട്. മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. യങ്സ് മോഡുലസ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് വയർ ഓഫ് ലെങ്ത് L ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് I. ഇഫ് ലെങ്ത് ഓഫ് ദി വയർ ഈസ് ഡബിൾഡ് ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് ഹാഫ്ഡ്, ദെൻ യങ്സ് മോഡുലസ് വിൽ ബി. നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യങ്സ് മോഡുലസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡയമെൻഷൻസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ മെറ്റീരിയൽ ഓഫ് ദി ഒബ്ജക്റ്റ്. സോ ആൻസർ ഈസ് ഡെഫിനറ്റ്ലി ഓപ്ഷൻ 3Y. കാരണം യങ്സ് മോഡുലസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റീരിയൽ ആണ്. ലെങ്ത് ക്രോസ് സെക്ഷണൽ ഏരിയ മാറി, യങ്സ് മോഡുലസ് മാറത്തില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. അപ്പോൾ അടുത്തതും സിമ്പിൾ ആണ്. വർക്ക് ഫംഗ്ഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് 3 ഇലക്ട്രോൺ വോൾട്ട്. ദി ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ദാറ്റ് ക്യാൻ കോസ് ദി എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഫ്രം ദി സർഫസ് ഈസ് അപ്രോക്സിമേറ്റ്ലി. നമുക്കറിയാം ത്രെഷോൾഡ് വേവ് ലെങ്ത് കാണാനാണ് ചോദ്യം.
മാക്സിമം വേവ് ലെങ്ത് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്ന് വിളിക്കും. ത്രെഷോൾഡ് വേവ് ലെങ്ത് കാണാൻ നമുക്ക് വർക്ക് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു hc ബൈ ലാംഡ എന്നാണ് ഇക്വേഷൻ. നമുക്ക് വർക്ക് ഫംഗ്ഷൻ ഇലക്ട്രോൺ വോൾട്ടിലുണ്ട്. അപ്പോൾ ലാംഡ ഇൻ നാനോമീറ്റർ കാണാനുള്ള ഷോർട്ട് കട്ട് നമുക്കറിയാം. ഇക്വേഷൻ എടുക്കുമ്പോൾ 1240 ബൈ വർക്ക് ഫംഗ്ഷൻ ഇൻ ഇലക്ട്രോൺ വോൾട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നാനോമീറ്ററിൽ അപ്രോക്സിമേറ്റ്ലി ആൻസർ കിട്ടും. അപ്പോൾ 1240 ഡിവൈഡഡ് ബൈ 3, അപ്പോൾ അത് നിയർലി 414 നാനോമീറ്റർ വരും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വഴി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്, 414 നാനോമീറ്റർ. അപ്പോൾ അതിന് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. വർക്ക് ഫംഗ്ഷൻ ഉണ്ട്, ത്രെഷോൾഡ് വേവ് ലെങ്ത് കാണാൻ നമുക്കറിയാം. അടുത്ത റേഷ്യോ ഓഫ് ദി മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് കൈനറ്റിക് എനർജി ടു ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ 5th എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ്. നമുക്കറിയാം ഏത് ഓർബിറ്റ് എടുത്താലും റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഒക്കെ സെയിം ആണ്. നമ്മൾ ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് -1/4πε0 E²/r ആണ്. കൈനറ്റിക് എനർജി എടുക്കുമ്പോൾ 12mv² സോൾവ് ചെയ്താൽ അത് 1/8πε0 E²/r ആണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് -1/8πε0 E²/r ആണ്. ഇതാണ് നമുക്ക് എനർജിയുടെ ഇക്വേഷൻ. ഇഫ് r ഈസ് റേഡിയസ് ഓഫ് nth ഓർബിറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി എടുത്താൽ പൊട്ടൻഷ്യൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് കൈനറ്റിക് എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് ടൈസാണ്. നമുക്ക് റേഷ്യോ മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് എനർജി ടു പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി ബൈ പൊട്ടൻഷ്യൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ റേഷ്യോ എടുത്താൽ 1/2 കിട്ടും അല്ലേ. അപ്പോൾ ആൻസർ സിമ്പിൾ ആണ്, ഓപ്ഷൻ 3 വരും. അപ്പോൾ അത് നമുക്ക് അറിയാവുന്നതാണ്. ക്ലോസ്ഡ് ഓർബിറ്റിൽ മൂവ് ചെയ്യുന്ന സമയത്ത് സാറ്റലൈറ്റ് ആണെങ്കിലും ഇലക്ട്രോണിൻ്റെ റെവല്യൂഷൻ ആണെങ്കിലും ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ടോട്ടൽ എനർജിയുടെ നെഗറ്റീവാണ്, കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവാണ് ടോട്ടൽ എനർജി വരുന്നത്. പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് കൈനറ്റിക് എനർജിയുടെ ഡബിൾ ആണ്. ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കമ്പയർ ചെയ്താലും പൊട്ടൻഷ്യൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് ടോട്ടൽ എനർജിയുടെ ഡബിൾ ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും, 1/2. അപ്പോൾ അടുത്ത പാർട്ടിക്കിൾ ഈസ് റിലീസ്ഡ് അറ്റ് ദി പോയിന്റ് of a frictionless track ABC as shown. It is generally pushed towards right. The speed of the particle when it reaches the point B. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇവിടെ നിന്ന് എയിൽ നിന്ന് ജസ്റ്റ് ജനറലി പുഷ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 എന്ന് എടുക്കാം. ഇത് താഴേക്ക് വരുന്ന ബിയിൽ വരുമ്പോൾ വെലോസിറ്റി കാണാനാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജി എടുത്താൽ മതി, ഫ്രിക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. അതാണ് പ്രിൻസിപ്പിൾ. ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം h ഹൈറ്റിലേക്ക് താഴേക്ക് വരുവാണെങ്കിൽ mgh ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിക്രീസ്. ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആയതുകൊണ്ട് 12mv². തന്നെയാണ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി വരുന്നത്. അപ്പോൾ നമുക്ക് m ക്യാൻസൽ ആയി പോകും. നമുക്ക് ആ vb ആണ് ചോദ്യം. vb ഈസ് ഈക്വൽ ടു √2gh. നമുക്ക് ആ √2 ഇൻറ്റു ജിയുടെ വാല്യൂ 10 എന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്തു. ബി എന്ന് പറയുന്നത് 0.5 മീറ്റർ ഹൈറ്റിലാണ്. അപ്പോൾ h എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ്. അത് 1 - 0.5 അഗൈൻ 0.5 വരും. അപ്പോൾ 0.5. അപ്പോൾ √2 ഇൻറ്റു 10 ഇൻറ്റു 0.5 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്കറിയാം 10 ഇൻറ്റു 2 ഇൻറ്റു 0.5 1 ആണ്. അപ്പോൾ √10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2. അപ്പോൾ അത് വളരെ സിമ്പിൾ. ബി ഈസ് √2gh നമുക്കറിയാം. കൺസർവേഷൻ ഓഫ് എനർജി ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. h ഹൈറ്റിലേക്ക് താഴേക്ക് വരുമ്പോൾ ഫ്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ √2gh വെലോസിറ്റി നമുക്കറിയാതെ ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി. അടുത്ത ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഫോർ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിക്കണം. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇഫ് E0 ഈസ് ദി പീക്ക് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ദെൻ പീക്ക് വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് E0/c. അപ്പോൾ തന്നെ E0 ഇൻറ്റു c എന്നുള്ള ഓപ്ഷൻ രണ്ടും തെറ്റാണ്, എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ 1ഉം 3ഉം പോയി. പിന്നെ 2ഉം 4ഉം മാത്രമേ നമുക്ക് ആൻസർ പോസിബിലിറ്റി ഉള്ളൂ. ഇനി നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സെയിം ഫേസിലാണ്. ഇവിടെ cos⍵t മൈനസ് kz ആണെങ്കിൽ ഇവിടെയും cos⍵t മൈനസ് kz വരണം. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ പിന്നെ പോസിബിലിറ്റി ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. പോസിബിലിറ്റി എന്തെങ്കിലും ഉള്ളത് E0/c ഇൻറ്റു cos⍵t മൈനസ് kz ഇൻറ്റു ജയിക്കാം. ഇനി നമുക്ക് നോക്കാം. പീക്ക് വാല്യൂ E0/c കറക്റ്റാണ്. അവിടെയും ഇവിടെ ഫേസ് സെയിം ആണ്. അപ്പോൾ cos⍵t മൈനസ് kz കറക്റ്റാണ്. പിന്നെ ഡിറക്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഈസ് അലോങ് E×b ആണ്. ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ω_t മൈനസ് kz ആകുമ്പോൾ പോസിറ്റീവ് z ഡയറക്ഷനിലാണ്. വെലോസിറ്റി ഈസ് അലോങ് k ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് I ആണ്. സോ I×n k വരണം.
അപ്പോൾ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലി ജെ ക്യാപ്പ് അല്ലേ, ഐ ക്രോസ് ജെ കെ ക്യാപ്പ്. അപ്പോൾ എൻ ക്യാപ്പ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്, അത് ജെ ക്യാപ്പ് വരണം. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. മനസ്സിലായല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത സിമ്പിൾ ആണ്. 2 ഇൻസുലേറ്റഡ് സർക്കുലർ ലൂപ്സ് എ ആൻഡ് ബി ഓഫ് റേഡിയസ് എ ക്യാരിങ് എ കറണ്ട് ഐ ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് ദി സെന്റർ വിൽ ബി. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സർക്കുലർ ലൂപ്പ് അതിന് സെൻറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൂപ്പിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലറാണ്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ലൂപ്പ് ഹൊറിസോണ്ടലാണ്, കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാണ്, കറണ്ടിൻ്റെ ഡയറക്ഷനിലെ ഫിംഗേഴ്സ് കളിച്ച തമ്പ് മുകളിലേക്കാണ്. അപ്പോൾ അത് സെൻറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്കാണ്. അപ്പോൾ അത് ബി എന്ന് വിചാരിക്കാം. അടുത്ത അല്ലെങ്കിൽ അത് ബി എന്ന് തൽക്കാലം അങ്ങ് എടുക്കാം. എ ഉണ്ടാക്കുന്ന ഫീൽഡ് ബി എ. അപ്പോൾ അടുത്ത് നോക്കാം, ഇങ്ങനെ വെർട്ടിക്കൽ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ നമ്മൾ ഇതിവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ്, ഇത് ബോർഡിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ കറണ്ട് ഇങ്ങനെ വരും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറണ്ട് വരുമ്പം അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ അത് ബി എന്നെടുക്കാം. അപ്പോൾ നോക്കി, 2 ലൂപ്പുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ റിസൾട്ടൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ റൂട്ട് ഓഫ് ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുത്താൽ മതി. നമുക്ക് നോക്കിയാൽ 2 ലൂപ്പുകളും ഐഡൻറ്റിക്കൽ ആണ്. കറണ്ട് സെയിം ആണ്, റേഡിയസ് എ സെയിം ആണ്. അപ്പോൾ ബി എയും ബിയും സെയിം ആണ്. അപ്പോൾ റിസൾട്ടൻ്റെ ഫീൽഡ് √2 ടൈംസ് 1 ഓഫ് ദി ഫീൽഡ് വരും. 1 ഓഫ് ദി ഫീൽഡ് നമുക്കറിയാം μ0I/2a ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0I ഡിവൈഡഡ് ബൈ √2a വരും. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്, μ0I ഡിവൈഡഡ് ബൈ √2a. അപ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത 40ാമത്തെ ചോദ്യം. The diffraction pattern of a light of wavelength 400 nanometer diffracting from a slit of width of 0.2 millimeter is focused on the focal plane of a convex lens of focal length 100 centimeter. The width of the first secondary maximum will be. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്കൊരു ഡിഫ്രാക്ഷൻ പാറ്റേൺ അസ്യൂം ചെയ്താൽ, അപ്പോൾ ആ ഡിഫ്രാക്ഷൻ പാറ്റേണിലെ സ്ക്രീനിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലെൻസിൻ്റെ ഫോക്കസിലായിരിക്കും. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ നമുക്കൊരു സ്ലിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ അസ്യൂം ചെയ്യാം. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫോക്കസ്ഡ് ഓൺ ദി ഫോക്കൽ പ്ലെയിൻ ഓഫ് എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഒരു ലെൻസ് കാണും. അപ്പോൾ ആ ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിനിലായിരിക്കും സ്ക്രീൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള സെപ്പറേഷൻ ഫോക്കൽ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ ഫോക്കൽ ലെങ്ത് 100 സെൻറ്റിമീറ്റർ ഓർ 1 മീറ്റർ. അത്രേ ഉള്ളൂ സംഭവം. ഇത് നമുക്കറിയാം, വിഡ്ത്ത് ഓഫ് ദി ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം കാണാനുള്ള ഇക്വേഷൻ വിഡ്ത്ത് ഡെൽറ്റ എക്സ് എന്ന് വിചാരിച്ചാൽ that is equal to lambda d/d ആണ് ഇക്വേഷൻ. ലാംഡ വേവ് ലെങ്ത്, സ്മോൾ ഡി വിഡ്ത്ത് ഓഫ് ദി സ്ലിറ്റ്, ക്യാപിറ്റൽ ഡി സെപ്പറേഷൻ ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ ആണ്. ഇപ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് 400 നാനോമീറ്റർ ആണ്. അപ്പോൾ 400 × 10⁻⁻⁹. ക്യാപിറ്റൽ ഡി 1 മീറ്റർ ആണ്. സ്മോൾ ഡിയുടെ വാല്യൂ 0.2 മില്ലിമീറ്റർ ആണ്. 0.2 × 10⁻⁻³ വരും. അപ്പോൾ ഇവിടെ 2 എടുക്കുവാണെങ്കിൽ 10⁻⁻⁴ വരും. 10⁻⁻⁴ മുകളിൽ നിന്ന് 10⁻⁴ വരും. അപ്പോൾ 400 × 10⁻⁴. അപ്പോൾ 4 × 10⁻² വരും, ഇൻറ്റു 10⁻⁻�9 വരും. അപ്പോൾ അത് 4/2 2 × 10⁻². അപ്പോൾ നമുക്കിവിടെ 4 ഉണ്ട്. 4 + 2 6 -3 അല്ലേ, 10⁻⁻³ വരും. അപ്പോൾ 2 മില്ലിമീറ്റർ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്, 2 മില്ലിമീറ്റർ. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. ഇപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ 41ാമത്തെ ചോദ്യം. എ പ്രൈമറി കോയിൽ ഓഫ് ട്രാൻസ്ഫോമർ ഈസ് കണക്റ്റഡ് ടു 220 volt AC. പ്രൈമറി ആൻഡ് സെക്കൻഡറി ടേൺസ് ഓഫ് ദി ട്രാൻസ്ഫോമർ ആർ 100 and 10 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി NP, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി NS, NP/NS 100/10 ഈസ് ഈക്വൽ ടു 10 വരും. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി കോയിൽ ഈസ് കണക്റ്റഡ് ടു റെസിസ്റ്റൻസസ് ആസ് ഓൺ ഔട്ട്പുട്ട് വോൾട്ടേജസ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ 220 വോൾട്ട് കൊടുത്താൽ ഈ സെക്കൻഡറിയിൽ കിട്ടുന്ന വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. VS = VP × NS/NP. അപ്പോൾ അതാണ് ഇക്വേഷൻ. VP നമുക്ക് 220 ആണ്, NS/NP 1/10 ആണ്. അപ്പോൾ 22 വോൾട്ട് വരും. അപ്പോൾ സെക്കൻഡറിയിൽ കിട്ടുന്ന വോൾട്ടേജ് 220 വോൾട്ടാണ്. അപ്പോൾ അതിനർത്ഥം ഈ പോയിന്റിനും അക്രോസ് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 22 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നോക്കാം, ഈ 2 റെസിസ്റ്റൻസുകൾ സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ കറണ്ട് ഇങ്ങനെയാണെങ്കിൽ കറണ്ട് 2 പേർക്കും സെയിം ആണ്. അപ്പോൾ ദേ ആർ ഇൻ സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നോക്കിയാൽ 15 + 7 22 kΩ ആണ്.
എഫക്റ്റീവ് റെസിസ്റ്റൻസ് 22 കിലോ. അപ്പോൾ ആ കോമ്പിനേഷന് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്? 22 വോൾട്ട്. അപ്പോൾ ഒരു മാർക്ക് കറണ്ട് കണ്ടുപിടിച്ചാൽ കറണ്ട് I = V/R ആണ്. V 22 ആണ്, റെസിസ്റ്റൻസ് 22 കിലോ ഓം ആണ്. അപ്പോൾ 1 മില്ലി ആംപിയർ ആണ് നമുക്ക് കറണ്ട് ത്രൂ ദി സെക്കൻഡറി സർക്യൂട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇനി 7 കിലോ ഓമിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V0. കാരണം ഈ രണ്ട് ടെർമിനൽസിന് അക്രോസ് ആണ് V0 മെഷർ ചെയ്യുന്നത്. അപ്പോൾ 7 കിലോ ഓമിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 = I × R. I 1 മില്ലി ആംപിയർ, R 7 കിലോ ഓം ആണ്. അപ്പോൾ 7 വോൾട്ട് വരും. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്, 7 വോൾട്ട്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 42ാമത്തെ ചോദ്യം. ദി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ പോയിന്റ് അബവ് ദി സർഫസ് ഓഫ് ദി എർത്ത് ഈസ് given and the acceleration to gravity at a point is given. Assume that the mean radius of earth is to be 6,400 km. The height of this point above the air surface is. ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ h ഹൈറ്റ് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം U = -GM/R + H ആണ്. അപ്പോൾ അത് -5.12 ഇൻറ്റു 10⁻⁷ J/kg എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് നമുക്കറിയാം. അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം Gm/R + H² ആണ്. ജിയുടെ വാല്യൂ 6.4 ആണ്. അപ്പോൾ നോക്കി ഇതിനെ നമുക്ക് Gm/R + H / R + H എന്ന് എഴുതാമല്ലോ. എന്നിട്ട് Gm/R + Hന് പകരം 5.12 ഇൻറ്റു 10⁻⁷ കൊടുക്കാം. അപ്പോൾ Gm/R + Hന് പകരം 5.1 ഇൻറ്റു 10⁻⁷ കൊടുത്താൽ താഴെ ഒരു R + H വരും. അപ്പോൾ അത്രയുള്ള സംഭവം. പിന്നെ ആറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 6,400 കിലോമീറ്റർ ആണ്. അതിനകത്ത് നമുക്ക് ആൻസർ കിട്ടും. ബാക്കി ചെയ്യേണ്ടല്ലോ. നമുക്ക് അവിടെ ആറിൻ്റെ വാല്യൂ 6,400 കിലോമീറ്റർ കൊടുക്കുക. അപ്പോൾ അതിനകത്ത് സോൾവ് ചെയ്യുക. നമുക്ക് ആൻസർ 1,600 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ അറിയാം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ അറിയാം. അതിൽ നിന്ന് ഡയറക്റ്റ് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത 43ാമത്തെ ചോദ്യം. ആൻ ഇലക്ട്രിക് ടോസ്റ്റർ ഹാസ് റെസിസ്റ്റൻസ് ഓഫ് 60 ohm അറ്റ് റൂം ടെമ്പറേച്ചർ. ദി ടോസ്റ്റർ ഈസ് കണക്റ്റഡ് ടു എ 220 volt സപ്ലൈ. ഇഫ് ദി കറണ്ട് ഫ്ലോവിംഗ് ത്രൂ ദി circuit reaches 2.75 ampere, the temperature attained by the toaster is about. അപ്പോൾ സംഭവത്തിലുള്ള റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് 60 ohm ആണ്. നമ്മളതിലെ കറണ്ട് ഫ്ലോ ചെയ്ത സമയത്ത് അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിട്ട് മാറി? അപ്പോൾ റെസിസ്റ്റൻസ് കറണ്ട് വോൾട്ടേജ് ഉണ്ട്, അതിൽ നിന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ആ പുതിയ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ കറണ്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. എന്നിട്ട് ടെമ്പറേച്ചർ അനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വേരിയേഷൻ്റെ ഇക്വേഷൻ എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അതാണ് സംഭവം. അപ്പോൾ നമുക്ക് പുതിയ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് R = V/I എടുക്കണം. വിയുടെ വാല്യൂ 220 ആണ്, ഡിവൈഡഡ് ബൈ 2.75. കാരണം R = V/I, V തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 80 ohm എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് 80 ആണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. R = R0 ഇൻറ്റു 1 + α t - T0. ഇതാണ് ഇക്വേഷൻ. R നമുക്ക് മനസ്സിലായി 80 ആണ്, R0 60 എന്ന് തന്നിട്ടുണ്ട്. R നമുക്ക് 80 ആണ്, R0 60 ആണ്, ഇൻറ്റു 1 + α അവിടെ തന്നെ കിടക്കട്ടെ, T - T0 എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറാണ് ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ ആൽഫയുടെ വാല്യൂ പെർ ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ T - 27 വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. അവിടെ 8/6 വരും. 8/6 നമുക്ക് 4/3. ദാറ്റ് ഈസ് 1 + α ഇൻറ്റു T - 27. അപ്പോൾ നമ്മൾ 4/3 കൊണ്ടുവന്നാൽ 1 - 4/3 വരും. 4/3 - 1 വരും. 4/3 - 1 = α ഇൻറ്റു T - 27. 4/3 - 1 1/3 വരും. 1/3 ഡിവൈഡഡ് ബൈ ആൽഫ = T - 27. ഇനി ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൽഫ 2 × 10⁻⁴ ആണ്. അപ്പോൾ 1/α 10⁴ ഡിവൈഡഡ് ബൈ 3 × 2 എന്ന് എഴുതാം. ശരിയല്ല? ആൽഫയ്ക്ക് പകരം 2 × 10⁻⁴, 10⁻⁴ മുകളിൽ 10⁴ വരും. ദാറ്റ് ഈസ് = T - 27.
അപ്പോൾ അതിനകത്ത് ടിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാൽക്കുലേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ടീസിൽ 1694 ഡിഗ്രി സെൽഷ്യസ് വരും. അപ്പോൾ ആൽഫയുടെ വാല്യൂ നമുക്ക് പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡയറക്റ്റ് ഡിഗ്രി സെൽഷ്യസിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത സിമ്പിൾ ക്വസ്റ്റൻ ആണ് സിനർ ഡയോഡ്. സിനർ ഡയോഡിൻ്റെ ക്വസ്റ്റൻ നമ്മൾ റെഗുലർലി മിക്ക എക്സാമുകൾക്കും കാണുന്നതാണ് അല്ലേ. സിനർ ഡയോഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 10 വോൾട്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 20 വോൾട്ട് കൊടുത്താൽ സിനർ ഡയോഡിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് 10 വോൾട്ട് ആണ്. അപ്പോൾ ഈ 500 ഓമിന് കിട്ടുന്ന വോൾട്ടേജ് 10 വോൾട്ട് ആണ്. അപ്പോൾ ഈ ക്ലോസ്ഡ് ലൂപ്പ് എടുക്കുവാണെങ്കിൽ ഈ 200 ഓമിന് 10 വോൾട്ടാണ്. മനസ്സിലായല്ലോ? ഇവിടെ 20 കൊടുത്താൽ ഇതിന് അക്രോസ് ആയിട്ട് 10 വോൾട്ട് ഡ്രോപ്പ് ആവും. ബാക്കിയുള്ള 10 വോൾട്ട് 200 ഓമിന് കിട്ടും. അപ്പോൾ ഇതിൽ ഒരു കറണ്ട് ഐ ഫ്ലോ ചെയ്താൽ ഇവിടെ വരുമ്പോൾ കുറച്ച് കറണ്ട് സിനർ ഡയോഡിൽ കൂടെയും ബാക്കി ലോഡ് റെസിസ്റ്റൻസിൽ കൂടെ പോവും. അത് IL എന്ന് വിചാരിച്ചു. IL കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. IL = VL/RL. വോൾട്ടേജ് അക്രോസ് ലോഡ് റെസിസ്റ്റൻസ് ബൈ ലോഡ് റെസിസ്റ്റൻസ് ആണ് കറണ്ട് ത്രൂ ലോഡ് റെസിസ്റ്റൻസ്. നോക്കിയാൽ സിനർ ഡയോഡും 500 ഓമും പാരലൽ അല്ലേ. പാരലൽ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണല്ലോ. അപ്പോൾ ഈ റെസിസ്റ്റൻസിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് സിനർ വോൾട്ടേജ് 10 വോൾട്ട് തന്നെയാണ്. അപ്പോൾ VL എന്ന് പറയുന്നത് 10 ആണ്. 10 / 500 വരും. ദാറ്റ് ഈസ് 1/50 ആംപിയർ വരും. ഇനി ടോട്ടൽ കറണ്ട് കാണാൻ നോക്കി. ഈ 200 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ടോട്ടൽ കറണ്ട്. ആ 200 ഓമിൻ്റെ കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 10 ആണ്. അപ്പോൾ ടോട്ടൽ കറണ്ട് I = V/R എടുക്കാം. V10 എടുക്കാം. R 200 ആണ്. അപ്പോൾ 1/20 ആംപിയർ വരും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്ന കറണ്ട് ത്രൂ സിനർ ഡയോഡ് ആണ് അല്ലേ. കറണ്ട് ത്രൂ സിനർ ഡയോഡ് കിർച്ചോഫ് ലോ അനുസരിച്ച് I = IZ + IL ആണ്. സോ IZ = I - IL എന്ന് വരും. I എത്രയാണ്? 1/20 - 1/50 വരും. അപ്പോൾ 1/20 - 1/50 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ നോക്കിയാൽ മതി. സിമ്പിളാണ്. 30 മില്ലി ആംപിയർ വരും. ഇപ്പോൾ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം സിനർ ഡയോഡിൻ്റെ പ്രിൻസിപ്പിൾ നമുക്ക് അറിയാവുന്ന. അടുത്ത 46ാമത്തെ ചോദ്യം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എ ഡിസ്റ്റൻസ് R വേരീസ് ആസ്. നമുക്ക് എല്ലാവർക്കും ഒരു ഷോർട്ട് ഡൈപോളിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഷോർട്ട് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനാണ്. അത് 1/4πε0 P cos θ / R³ എന്നൊക്കെ നമ്മൾ R² എന്നൊക്കെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ 1/R² പ്രപ്പോർഷനാണ്. അപ്പോൾ അത് കാണുമ്പോഴേ നമുക്കറിയാം ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് 1/R³ പ്രപ്പോർഷനാണ്. പൊട്ടൻഷ്യൽ 1/R² പ്രപ്പോർഷനാണ്. പോയിന്റ് ചാർജുമായിട്ട് മാറിപ്പോരും. നമുക്കറിയാം ഫോർ എ പോയിന്റ് ചാർജ് പൊട്ടൻഷ്യൽ ഈസ് പ്രപ്പോർഷണൽ ടു 1/R ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രപ്പോർഷണൽ ടു 1/R². പക്ഷേ ഇവിടെ ഡൈപോളിൻ്റെ ഫീൽഡ് പൊട്ടൻഷ്യലാണ്. ഷോർട്ട് ഡൈപോൾ ആകുമ്പോൾ 1/R² പ്രപ്പോർഷനാണ് നമുക്കറിയാം. അടുത്ത 47ാമത്തെ ചോദ്യം. എ സ്പെറിക്കൽ ബോഡി ഓഫ് മാസ് 100 gram ഈസ് ഡ്രോപ്പ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 10 meter ഫ്രം ദി ഗ്രൗണ്ട്. നമുക്കൊരു ഒബ്ജക്റ്റിനെ 10 meter ഹൈറ്റ് ചെയ്യുന്ന താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അതിന് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതൊരു U വെലോസിറ്റിയിൽ ഹിറ്റ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇവിടെ അത് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി നമുക്ക് V1 എന്നങ്ങ് വിചാരിക്കാം. അപ്പോൾ ഇതൊരു ക്യാപിറ്റൽ H ഹൈറ്റ് ചെയ്യുന്നതാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ആഫ്റ്റർ ഹിറ്റിംഗ് ദി ഗ്രൗണ്ട് ദി ബോഡി റീബൗണ്ട്സ് ടു എ ഹൈറ്റ് ഓഫ് 5 meter. ദി ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ഇമ്പാർട്ടഡ് ബൈ ദി ഗ്രൗണ്ട് ടു ദി ബോഡി ഈസ് ഗിവൺ ബൈ. ഇത് ഹിറ്റ് ചെയ്തിട്ട് ഇത് സെയിം പാത്തിൽ റീബൗണ്ട് ചെയ്യും. റീബൗണ്ട് ചെയ്യുമ്പോൾ അത് അറ്റൈൻ ചെയ്യുന്ന ഹൈറ്റ് 0.5 meter. അപ്പോൾ നമുക്കറിയാം ആഫ്റ്റർ റീബൗണ്ട്, ജസ്റ്റ് ആഫ്റ്റർ റീബൗണ്ട് വെലോസിറ്റി V2. ഇവിടെ മാക്സിമം ഘട്ടത്തിൽ വരുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആണ്. അതിനു മുമ്പ് അത് അറ്റൈൻ ചെയ്യുന്ന ഹൈറ്റ് സ്മോൾ h. നമുക്കെല്ലാവർക്കും അറിയാം ക്യാപിറ്റൽ H ഹൈറ്റ് ചെയ്യുന്നതിനെ താഴോട്ടിട്ടാൽ അത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് V1 = √2g ക്യാപിറ്റൽ H ആണ്. ശരിയല്ലേ? ഇനി ഇത് V2 വെലോസിറ്റിയിൽ നമ്മൾ റീബൗണ്ട് ചെയ്തെന്ന് വിചാരിച്ചാൽ ഈ H എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. H is V2² / 2g. If the object is projected vertically upward with a velocity V2, the maximum height attained is V2² / 2g. So definitely if H is the maximum height attained, velocity or rebound is V2 = √2gh. ഇതാണ് സിറ്റുവേഷൻ. V1 വെലോസിറ്റിയിൽ ഒരു മാസ് ഹിറ്റ് ചെയ്യുന്നു. അത് V2 വെലോസിറ്റിയിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റീബൗണ്ട് ചെയ്യുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ആണ് ചോദ്യം. ഈ കൊളീഷൻ നടക്കുന്ന സമയത്ത് ഇമ്പൾസ് എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇമ്പൾസ് കാണാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന മാർഗം എന്തുവാ? ഇവിടെ നമുക്ക് ആ ഫോഴ്സ് അറിയത്തില്ല, ടൈം അറിയത്തില്ല. അപ്പോൾ ഇമ്പൾസ് കാണാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം എടുത്താൽ മതി. ചേഞ്ച് ഇൻ മൊമെൻറ്റം എടുക്കുമ്പോൾ നമുക്കറിയാം ഇനിഷ്യൽ മൊമെൻറ്റം ജസ്റ്റ് ബിഫോർ കൊളീഷൻ മൈനസ്
ഫൈനൽ മൊമെൻറ്റം ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ. ഇനിഷ്യൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എടുക്കുമ്പോൾ v1 വെലോസിറ്റിയിലാണ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ m ഇൻറ്റു v1 എന്ന് എടുക്കാം. മാസ് m, വെലോസിറ്റി v1, അപ്പോൾ m ഇൻറ്റു v1 മൈനസ് ഫൈനൽ മൊമെൻറ്റം ഈസ് m ഇൻറ്റു v2 ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ. ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ മൊമെൻറ്റം m ഇൻറ്റു v2. പക്ഷേ ഈ m ഇൻറ്റു v1 ഡൗൺവേർഡ് നമ്മൾ പോസിറ്റീവ് എടുത്താൽ m ഇൻറ്റു v2 അതിന് ഓപ്പോസിറ്റ് ആണ്. എന്ത് ചെയ്യണം? പോസിറ്റീവ് എടുക്കണം. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഞാൻ m ഇൻറ്റു v1 ഡൗൺവേർഡ് പോസിറ്റീവ് എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഡയറക്ഷൻ പ്ലസ് മൈനസ് എടുക്കണം. അപ്പോൾ m ഇൻറ്റു v1 മൈനസോ മൈനസ് പ്ലസ് m v2 എന്ന് എഫക്റ്റീവ്ലി വരും. സോ m ഇൻറ്റു v1 പ്ലസ് v2. നമുക്ക് v1 നും v2 നും റൂട്ട് ഓഫ് 2g വെച്ച് കൊടുക്കാം. റൂട്ട് ഓഫ് 2g കോമൺ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 2g ഇൻറ്റു റൂട്ട് ഓഫ് ക്യാപിറ്റൽ H പ്ലസ് റൂട്ട് ഓഫ് സ്മോൾ h വരും. ഈ വാല്യൂ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. മാസ് 100 ഗ്രാം ആണ്. അപ്പോൾ 100 ഇൻറ്റു 10⁻³ കിലോഗ്രാം വരും. ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു g നമുക്ക് 9.8 തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെ യൂസ് ചെയ്യണം. റൂട്ട് ഓഫ് ക്യാപിറ്റൽ H എത്ര ഹൈറ്റ് ചെയ്യുന്ന റിലീസ് ചെയ്യുന്ന അതാണ് ക്യാപിറ്റൽ H. അത് 10 മീറ്റർ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് H 10 വരും. അപ്പോൾ റൂട്ട് ഓഫ് സ്മോൾ h എന്ന് പറയുന്നത് അത് 5 മീറ്റർ ഹൈറ്റിലേക്കാണ് റീബൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് 5 വരും. അപ്പോൾ അതാണ് നമുക്ക് ഇമ്പൾസിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ സോൾവ് ചെയ്താൽ ആൻസർ 2.39 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമുക്ക് വെലോസിറ്റി ജസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം എടുക്കുമ്പോൾ m ഇൻറ്റു v1 പ്ലസ് v2 എന്നാണ് എഫക്റ്റീവ്ലി വരുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചോളൂ. നമുക്ക് അടുത്ത 48ാമത്തെ ചോദ്യം നമ്മളെല്ലാം കണ്ട് പരിചയിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പാർട്ടിക്കിൾ ഓഫ് മാസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റിയോ മേക്ക് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെന്റം ഓഫ് ദി പ്രൊജക്റ്റിൽ അബൌട്ട് ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ വെൻ ദി പാർട്ടിക്കിൾ ഈസ് അറ്റ് മാക്സിമം ഹൈറ്റ്. നമ്മളൊരു പ്രൊജക്റ്റൈൽ വെറുതെ അസ്യൂം ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി u ആണ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ. നമുക്കെല്ലാവർക്കും അറിയാം അതൊരു പരാബോളിക് പാത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്. അത് മാക്സിമം ഹൈറ്റിൽ വരുന്നു. അപ്പോൾ ആ മാക്സിമം ഹൈറ്റിൽ വരുന്ന സമയത്ത് ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിക്കണം. എല്ലാവർക്കും അറിയാം ലീനിയർ മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്താൽ ആംഗുലർ മൊമെൻറ്റം കിട്ടും. അത് മാക്സിമം ഹൈറ്റ് ലീനിയർ മൊമെൻറ്റം എടുക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത് മാക്സിമം ഹൈറ്റ് വെർട്ടിക്കൽ വെലോസിറ്റി 0. സോ വെലോസിറ്റി ഈസ് ഓൺലി ഹൊറിസോണ്ടൽ. അപ്പോൾ മൊമെൻറ്റം ഹൊറിസോണ്ടലാണ്. അപ്പോൾ ആ മൊമെൻറ്റം കാണാൻ വേണ്ടിയിട്ട് p = m ഇൻറ്റു ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിട്ട് മാക്സിമം ആയിട്ട് u cos θ. ഓർക്കുന്നുണ്ടല്ലോ ഇനിഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി u cos θ. ഡ്യൂറിംഗ് പ്രൊജക്റ്റൈൽ മോഷൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് which is equal to u cos θ. Therefore at maximum height momentum p is equal to m into horizontal velocity u cos θ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗുലർ മൊമെൻറ്റം അബൌട്ട് ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗുലർ മൊമെൻറ്റം ഡിപ്പെൻഡ്സ് ഓൺ ദി റെഫറൻസ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആണ് നമുക്ക് ഒറിജിൻ. ഓയ്ക്ക് അബൌട്ട് എന്ത് കണ്ടുപിടിക്കണം? ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിക്കണം. അബൌട്ട് ആംഗുലർ മൊമെൻറ്റം എല്ലാണെങ്കിൽ നമുക്കറിയാം ലീനിയർ മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ ലീനിയർ മൊമെൻറ്റം കിട്ടി mu cos θ. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്കറിയാം റെഫറൻസ് പോയിന്റിൽ നിന്ന് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എവിടെയാണോ അവിടം വരെ ലീനിയർ മൊമെൻറ്റത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്. ലീനിയർ മൊമെൻറ്റം ഹൊറിസോണ്ടലാണ്. അപ്പോൾ ഓയും മാക്സിമം ഹൈറ്റും തമ്മിലുള്ള വെർട്ടിക്കൽ സെപ്പറേഷൻ ആയിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അത്രേ ഉള്ളൂ. ലീനിയർ മൊമെൻറ്റം ഈസ് ഹൊറിസോണ്ടൽ. അപ്പോൾ മാക്സിമം ഹൈറ്റും ഓയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഹൈറ്റ് ബിറ്റ്വീൻ ഇനിഷ്യൽ പോയിന്റ് ആൻഡ് മാക്സിമം ഹൈറ്റ് ആണ്. അത് മാക്സിമം ഹൈറ്റ് ആണ്. അപ്പോൾ ഇൻറ്റു മാക്സിമം ഹൈറ്റ് h വരും. അത്രേ ഉള്ളൂ. ദിസ് മാക്സിമം ഹൈറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ലീനിയർ മൊമെൻറ്റം. സോ mu cos θ ഇൻറ്റു h വരും. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം എച്ചിൻ്റെ ഇക്വേഷൻ u² sin² θ / 2g. ഇതാണ് ജനറൽ ഇക്വേഷൻ. mu ഇൻറ്റു u² u³ വരും. mu² cos θ sin² θ / 2g. ദാറ്റ് ഈസ് ഇക്വേഷൻ. വെലോസിറ്റി u ആണ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റയാണ്, 30 ഡിഗ്രിയാണ്. അപ്പോൾ m ഇൻറ്റു u ഇൻറ്റു u² u³ ബൈ 2g ഇൻറ്റു കോസ് തീറ്റ നമുക്ക് cos 30 വരും. സൈൻ തീറ്റയ്ക്ക് പകരം 30 ആണ്. sin² 30 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു m u³ ബൈ 2g ഇൻറ്റു കോസ് 30 നമുക്കറിയാം √3/2 ആണ്. സൈൻ 30 1/2 ആണ്. അപ്പോൾ sin² 30 1/4 വരും. അപ്പോൾ നമുക്ക് √3 ഇൻറ്റു m u³ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2 8 ഇൻറ്റു 2 16g വരും. അപ്പോൾ √3 mu³ ബൈ 16g ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്.
ശരിയല്ല. അപ്പം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാരണം നമ്മൾ നേരത്തെ ഒക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു പുതിയ ക്വസ്റ്റ്യൻ ആയിട്ട് കാണുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനോടൊക്കെ പോയിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിലോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിമ്പിളാണ് അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. അപ്പോൾ അടുത്ത 49ാമത്തെ ചോദ്യം, അറ്റ് വിച്ച് ടെമ്പറേച്ചർ ദി RMS വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ആൻ ഓക്സിജൻ മോളിക്യൂൾ അറ്റ് 47 ഡിഗ്രി സെൽഷ്യസ്. അതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി ഓഫ് ഹൈഡ്രജനും വെലോസിറ്റി ഓഫ് ഓക്സിജനും സെയിം ആയിരിക്കണം. RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം √3 അപ്പോൾ √3 R ടെമ്പറേച്ചർ ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു √3 R ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഓക്സിജൻ. നമുക്കറിയാം 3R കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകുള്ളൂ. അപ്പോൾ നമുക്കറിയാം സ്ക്വയർ ചെയ്താൽ TH/mH TO/MO എന്ന് വരും. ടെമ്പറേച്ചർ ഓഫ് ഹൈഡ്രജൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. RMS വെലോസിറ്റി ഹൈഡ്രജൻ മോളിക്യൂൾ ഈക്വൽ ടു ദാറ്റ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ അറ്റ് 47 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ TH അറിയത്തില്ല. മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ നമുക്കറിയാം 2 ആണ്, അപ്പോൾ H2 ആണ്, അപ്പോൾ 2 വരും. ടെമ്പറേച്ചർ ഓഫ് ഓക്സിജൻ 47 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മളതിനെ കെൽവിനിലോട്ട് മാറ്റണം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കെൽവിനിലോട്ട് മാറ്റുമ്പോൾ 273 + 47 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 320 വരും. അപ്പോൾ 320 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓക്സിജൻ നമുക്കറിയാം O2 ആണ്, OH 16 ആണ്, അപ്പോൾ 32 വരും. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 320/32 10 വരും. 10 × 2 20 കെൽവിൻ വരും. അപ്പോൾ 20 കെൽവിൻ ആണ് ടെമ്പറേച്ചർ ഓഫ് ഹൈഡ്രജൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. RMS സ്പീഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അടുത്ത 50ാമത്തെ ചോദ്യം, എ സീരീസ് LR സർക്യൂട്ട് കണക്റ്റഡ് ടു ദാൻ AC സോഴ്സ് ഹാസ് എ പവർ ഫാക്ടർ ഓഫ് 1/√2. അപ്പോൾ നമുക്കൊരു LR സർക്യൂട്ടാണ്, ഒരു ഇൻഡക്ടറും ഇപ്പോൾ ഒരു റെസിസ്റ്റൻസും കൂടെ സീരീസിൽ കണക്ട് ചെയ്തു. ഇപ്പോൾ ഒരു AC സോഴ്സിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പീക്ക് വോൾട്ടേജ് 25ഉം ആംഗുലർ ഫ്രീക്വൻസി ω/1000 ആണ്. ഇവിടെ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് വേരിയേഷൻ ഓഫ് വോൾട്ടേജ് 1000 radian/second ആണ്. ഓർക്കുന്നുണ്ടല്ലോ, E = സം E0 sin ωt എന്നാണ് ഇക്വേഷൻ. ഒമേഗയുടെ വാല്യൂ 1000 ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അവിടെ പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇഫ് φ ഈസ് ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്, cos φ ഈസ് ഈക്വൽ ടു 1/√2 ആൻഡ് φ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. cos φ ഈസ് ഈക്വൽ ടു 1/√2. cos φ ആണ് പവർ ഫാക്ടർ, അത് 1/√2 ആണ്. വേറെ φ ഈസ് ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് നമുക്കറിയാം. അപ്പോൾ φ 45 ആണ്. പിന്നെ നമുക്ക് cos φക്ക് പകരം tan φയുടെ ഇക്വേഷൻ അറിയാലോ. tan φ ഈസ് ഈക്വൽ ടു XL/R. അപ്പോൾ tan 45 എത്രയാണ്? 1. അപ്പോൾ tan 45 ഈക്വൽ 1 ആയതുകൊണ്ട് XL/R ഈസ് ഈക്വൽ ടു 1. അപ്പോൾ XL ഈസ് ഈക്വൽ ടു R വരും. ഇത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് കേസിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും റെസിസ്റ്റൻസും ഈക്വൽ ആണ്. അപ്പോഴാണ് cos φ ഈസ് ഈക്വൽ ടു 1/√2 നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ 545 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. രണ്ടാമത് നോക്കിയാൽ നമുക്ക് വോൾട്ടേജ് സോഴ്സ് മാറ്റി. അപ്പോൾ അത് 20 sin 2000t വരും. അപ്പോൾ രണ്ടാമത്തെ കേസിൽ ω' ആംഗുലർ ഫ്രീക്വൻസി 2000 ആണ്. അപ്പോൾ അത് 2ω. ആദ്യത്തെ ω 1000 ആണ്, ഇപ്പോൾ എത്ര 2000 ആണ്. അപ്പോൾ അത് 2ω വരും. അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസി ഡബിൾ ആക്കി. അപ്പോൾ നോക്കിയാൽ XL' ഈസ് ഈക്വൽ ടു L × ω' എന്നാണ് ഇക്വേഷൻ. അത് L × 2ω വരും. XL ഈസ് ഈക്വൽ ടു L ω'. ω' പകരം 2ω കൊടുത്തപ്പോൾ X' ഈസ് ഈക്വൽ ടു L ω × 2. L ω എന്ന് പറയുന്നത് ഇനിഷ്യലി ഉള്ള ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അല്ലേ. അപ്പോൾ 2 × XL. XL എത്രയാണ്? R ആണ്. അപ്പോൾ XL' ഈസ് ഈക്വൽ ടു 2R വരും. ഇതാണ് നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് φ ആണെങ്കിൽ tan φ' ഈസ് ഈക്വൽ ടു നമുക്കറിയാം XL' ഡിവൈഡഡ് ബൈ R ആണ്. XL' 2R ആണ്. അപ്പോൾ 2R/2R 2 വരും. അപ്പോൾ tan φ ഈസ് ഈക്വൽ 2 വരും. tan φ കിട്ടിയാൽ നമുക്ക് cos φ കാണാമല്ലോ. അറിയത്തില്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വെറുതെ അസ്യൂം ചെയ്യുക, അതിൻ്റെ ഒരു ആംഗിൾ φ എടുക്കുക. tan φ 2 ആണെങ്കിൽ 2/1 എന്ന് എഴുതാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 2ഉം അഡ്ജസ്റ്റൻറ്റ് സൈഡ് 1ഉം എടുക്കാം. അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് √2² + 1 √5 ആണ് ഹൈപ്പോട്ടനീസ്. അപ്പോൾ പവർ ഫാക്ടർ cos φ' കണ്ടുപിടിക്കണം. cos φ' അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് ആണ്. അപ്പോൾ അത് 1/√5 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് 45 ആണ്. അപ്പോൾ XL ഈസ് ഈക്വൽ ടു R ആണ്. രണ്ടാമത് ω ഡബിൾ ആകുമ്പോൾ XL' എന്ന് പറയുന്നത് 2XL അല്ലെങ്കിൽ 2R ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് tan φ' XL'/R 2 എന്ന് കിട്ടി.
tan phi കിട്ടിയാൽ cos phi കാണാൻ ഒന്നുകിൽ ഇക്വേഷൻ എടുക്കുക അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്താൽ ഫൈയുടെ ഓപ്പോസിറ്റ് സൈഡ് 2 അഡ്ജസൻറ്റ് സൈഡ് 1 അസ്യൂം ചെയ്യാം. അപ്പോൾ ഹൈപ്പോട്ടനീസ് √5 കിട്ടും. അതിനാണ് cos phi dash 1/√5 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്. അടുത്ത 51ാമത്തെ ചോദ്യം. ദി ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ. എ വെരി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിങ് കറണ്ട് √2 ആംപിയർ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്രം സൗത്ത് ഈസ്റ്റ് ടു നോർത്ത് വെസ്റ്റ് ഈസ് പ്ലേസ്ഡ്. ദി ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എക്സ്പീരിയൻസ്ഡ് ബൈ ദി കണ്ടക്ടർ ഈസ്. അപ്പോൾ നമുക്ക് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ എടുക്കാം. അപ്പോൾ ഇത് നോർത്ത്, ഇത് സൗത്ത്, ഈസ്റ്റ്, ഇത് വെസ്റ്റ്. നമുക്കറിയാം ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി എർത്ത് സൗത്ത് നോർത്തിലേക്കാണ്. അത് BH. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറാണ്. അത് സൗത്ത് ഈസ്റ്റിൽ നിന്ന് നോർത്ത് വെസ്റ്റിലേക്കാണ്. ഇതാണ് സൗത്ത് ഈസ്റ്റ്, ഇതാണ് നോർത്ത് വെസ്റ്റ്. അപ്പോൾ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറാണ്. കറണ്ട് I ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. സൗത്ത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റ് നോർത്തിലേക്കാണ്. അപ്പോൾ കറണ്ട് I ഇങ്ങോട്ട്. നമുക്കറിയാം വെറുതെ സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ 45 ഡിഗ്രി വിത്ത് നോർത്ത് ആൻഡ് വെസ്റ്റ്. അപ്പം നോക്കി എത്ര ഉള്ളൂ, BHും ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ ആംഗിൾ 45. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി വയർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു ILB സൈൻ തീറ്റ. അല്ല, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആണ്, സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. അപ്പോൾ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു ILB സൈൻ തീറ്റ. കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, √2 ആംപിയർ ആണ്. ലെങ്ത് 1 മീറ്റർ. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് 1 മീറ്റർ എടുക്കണം. മാഗ്നറ്റിക് ഫീൽഡ് BH ആണ്. അപ്പോൾ 3.5 × 10⁻⁵ ടെസ്ല എന്ന് വരും. തീറ്റയുടെ വാല്യൂ 45 ആണല്ലോ. BH ആണ് ഇവിടെ V വരുന്നത്. അതും കറണ്ട് നമ്മൾ ആംഗിളാണ്. തീറ്റ അത് 45 ആണ്. അപ്പോൾ സൈൻ 45 1/√2 വരും. അപ്പോൾ √2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ 3.5 × 10⁻⁵ ദാറ്റ് ഈസ് ഈക്വൽ ടു 35 × 10⁻⁶ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ആൻസർ 35 വരും. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ BHൻ്റെ ഡയറക്ഷനൊക്കെ നമുക്ക് അറിയാവുന്ന, നമുക്ക് എർത്തിൻ്റെ മാഗ്നറ്റിസം സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ലെങ്കിലും നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ അടുത്ത 2 സെല്ലുകളുണ്ട്. ദേ ആർ കണക്റ്റഡ് ഇൻ ഷോൺ ഫിഗർ. അപ്പോൾ അതിൻ്റെ EMFും ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ഉണ്ട്. ഒരു സെല്ലിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണം. നമ്മളതിനെ സർക്യൂട്ട് വേണമെങ്കിൽ എന്ന് വരയ്ക്കാം. E1 എന്ന് പറയുന്നത് 8 വോൾട്ട് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1 എന്ന് പറയുന്നത് 2 ഓം ആണ്. അടുത്ത സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് 2 വോൾട്ട് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 4 ഓം ആണ്. അപ്പോൾ അവരെ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ വെറുതെ കണക്ട് ചെയ്യും. നമുക്കറിയാം ഇവിടെ കറണ്ട് എല്ലാവർക്കും സെയിം ആണ്. ദേ ആർ ഇൻ സീരീസ് കോമ്പിനേഷൻ. പക്ഷേ നമുക്കറിയാം ഒരാളുടെ നെഗറ്റീവ് അടുത്തയാളുടെ നെഗറ്റീവ് ടെർമിനലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ റിവേഴ്സ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്യുന്ന പറയാൻ കാരണം നെറ്റ് EMF കാണാൻ ഡിഫറൻസ് എടുക്കണം. അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സെല്ലിൽ കൂടെ പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനലാണ്. അപ്പോൾ EMF മൈനസ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്, EMF പ്ലസ് ആണ്. അപ്പോൾ നെറ്റ് EMF എന്ന് പറയുന്നത് രണ്ടിൻ്റെ കൂടെ ഡിഫറൻസാണ്. 8 - 2 6 വോൾട്ട് വരും. അപ്പോൾ കറണ്ട് കാണാൻ നമുക്കറിയാം EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എടുക്കണം. ഇക്വലൻ്റ് EMF 6 ആണ്. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ ആ പാടെ ഈ 2 ഇൻറ്റേർണൽ റെസിസ്റ്റൻസുള്ള സീരീസിലാണ്. അത് 4 + 2 6 വരും. ദാറ്റ് ഈസ് 1 ആംപിയർ. അപ്പോൾ കറണ്ട് ത്രൂ ദി സർക്യൂട്ട് 1 ആംപിയർ ആണ്. നമുക്ക് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് E2 എന്ന് പറഞ്ഞാൽ 2 വോൾട്ട് സെൽ. അപ്പോൾ നോക്കിയേ ഇവിടെ 8 വോൾട്ട് സെല്ല് ഡിസ്ചാർജിങ്ങും 2 വോൾട്ട് സെല്ല് ചാർജിങ്ങും. അപ്പോൾ ചാർജിങ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് സെല്ല് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. E1 + I × ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R എടുക്കണം. ഡിസ്ചാർജിങ് ആണെങ്കിൽ E-IR ചാർജിങ് ആണെങ്കിൽ E+IR അല്ലേ. അപ്പോൾ 8 വോൾട്ട് ആണെങ്കിൽ നമുക്കത് ഡിസ്ചാർജിങ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് E1 - IR1 എന്ന് എടുക്കാമായിരുന്നു. ഇവിടെ V2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ല. V2 = E2 + IR2. E2 എത്രയാണ്, 2 വോൾട്ട് ആണ്. പ്ലസ് കറണ്ട് 1 ആണ്. റെസിസ്റ്റൻസ് 4 ആണ്. അപ്പോൾ 6 വോൾട്ട് വരും. അപ്പോൾ നമുക്ക് ആൻസർ 6 ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി സെല്ല് E2 എന്ന് പറയുന്ന 6 വോൾട്ട് വരെ. അപ്പോൾ ആൻസർ 6 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത 53ാമത്തെ ചോദ്യം. An electron of hydrogen atom in an excited state is having energy En minus 0.85 electron volt. The maximum number of allowed transition to lower level is. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. En എന്ന് പറയുന്നത് -0.85 ആണെങ്കിൽ അത് എത്രാമത്തെ സ്റ്റേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം.
അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതണം En is equal to -13.6 by n square ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ -0.85 is equal to -13.6 by n square വരും. അപ്പോൾ അതിനാണ് n square is equal to 13.6 by 0.85 16 എന്ന് കിട്ടും. അപ്പോൾ n is equal to 4 എന്ന് കിട്ടും. ഇലക്ട്രോൺ ഇപ്പോൾ ഇരിക്കുന്ന ഫോർത്ത് സ്റ്റേറ്റിലാണ്. ഫോർത്ത് സ്റ്റേറ്റിലാണെങ്കിൽ നമുക്കറിയാം അവിടെ മാക്സിമം നമ്പർ ഓഫ് അലൗഡ് ട്രാൻസിഷൻ കാണാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ N is equal to n into n-1/2 നമ്മൾ വരച്ച് നോക്കണമെന്നില്ല, അല്ലെങ്കിൽ 4ൽ നിന്ന് പല പോസിബിലിറ്റീസ് വരച്ച് നോക്കിയാലും ആൻസർ കിട്ടും. നമുക്ക് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ n into n-1, അപ്പോൾ 4 into n-1 3 divided by 2 that is 6 വരും. അപ്പോൾ നമ്പർ ഓഫ് പോസിബിൾ ട്രാൻസിഷൻസ് എത്ര വരും? 6 വരും. അടുത്ത 54ാമത്തെ ചോദ്യം. Each of 3 blocks PQR as shown in figure has a mass of 3 kg. Each of the wire A and B has cross sectional area തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് ഉണ്ട്. സ്ട്രെയിൻ ഓൺ വയർ ബി കണ്ടുപിടിക്കും. ഈ വയറിലെ ടെൻഷൻ കണ്ടുപിടിക്കണം. ടെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രെയിൻ കണ്ടുപിടിക്കണം. സ്ട്രെയിൻ കാണണമെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ടെൻഷൻ കണ്ടുപിടിക്കണം. ടെൻഷൻ കണ്ടുപിടിച്ചാലേ സ്ട്രെയിൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ആ ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. ഇവിടുത്തെ ടെൻഷൻ ടി ഡയറക്റ്റ് ഇക്വേഷൻ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ മാസുകളെല്ലാം ഐഡൻറ്റിക്കലാണ്. ഇത് എം ആണെങ്കിൽ ഇത് എം തന്നെയാണ്, ഇത് എം തന്നെയാണ്. നമുക്കറിയാം ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ കാണുമ്പോൾ ഈ രണ്ട് മാസുകൾ ഒരു സിസ്റ്റം ആയിട്ട് എടുക്കും. കാരണം രണ്ടു പേർക്കും ആക്സലേഷൻ സെയിം ആണ്, അത് 2m വരും. അപ്പോൾ നമ്മൾ ടെൻഷൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് എഴുതാൻ പറ്റുവാണെങ്കിൽ, അതായത് ഇവിടെ ഒരു m1 മാസ് സസ്പെൻഡ് ചെയ്തു, ഈ ഹൊറിസോണ്ടൽ സർഫസിൽ ഒരു m2 മാസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ടെൻഷൻ ഓൺ ദി സ്ട്രിങ് B is equal to m1 m2 g divided by m1 plus m2. അതറിയാമെങ്കിൽ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് ചെയ്യാം. ടെൻഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ താഴെയുള്ള മാസ് m1, ഈ ഹൊറിസോണ്ടൽ സർഫസിലുള്ള ടോട്ടൽ മാസ് m2. അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടിക്കൽ സ്ട്രിങ്ങിലെ ടെൻഷൻ എന്ന് പറയുന്ന ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ m1 m2 g by m1 plus m2 എന്നാണ് ഇക്വേഷൻ വരുന്നത്. അവിടെ m1 എന്ന് പറയുന്നത് നമുക്ക് താഴെയുള്ള m ആണ്. m2 എന്ന് പറയുന്നത് ഇവിടെ എത്ര മാസുകളുണ്ടോ അവരുടെ എല്ലാവരുടെ കൂടെ ടോട്ടൽ മാസാണ് m plus m 2m വരും. ഇൻറ്റു g ഡിവൈഡ് ബൈ m1 plus m ടോട്ടൽ മാസ് 3m വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു രമ്മ ക്യാൻസൽ ആയി പോയാൽ 2mg by 3 വരും. എമ്മിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 3 കിലോഗ്രാമാണ്. അപ്പോൾ m 3 ആകുമ്പോൾ 3 അങ്ങ് പോയിട്ട് 2g വരും. അപ്പോൾ ടെൻഷൻ എന്ന് പറയുന്നത് 2g ആണ്, g 10 ആണ്, അപ്പോൾ 20 ന്യൂട്ടൺ വരും. ഇല്ലെങ്കിൽ നമ്മൾ ആക്സലറേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ടെൻഷൻ കാണാനുള്ള എളുപ്പമാർഗം. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വെർട്ടിക്കലി സസ്പെൻഡഡ് മാസ് താഴേക്ക് എ ആക്സലറേഷനിൽ വരുവാണെങ്കിൽ നമുക്കറിയാം ഇവർ രണ്ടുപേരും ആക്സലറേഷൻ എയിൽ റൈറ്റ് സൈഡിലേക്ക് വരും. ഈ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ കംപ്ലീറ്റ് എഴുതുന്നില്ല. ഒന്നുകിൽ ഓരോ മാസിനെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ചിട്ട് ഇക്വേഷൻ എഴുതണം. അപ്പോൾ അതിന് പകരം നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് ഈ ഹാങ്ങിങ് മാസിൻ്റെ വെയിറ്റ് ആണ് വരുന്നത്, അത് mg ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് 3m എടുത്താൽ ആക്സലറേഷൻ കിട്ടും. അപ്പോൾ അത് g by 3. ആക്സലേഷൻ കാണാൻ റിസൾട്ടൻ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് ഹാങ്ങിങ് മാസിൻ്റെ വെയിറ്റ് mg ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം m plus m 3m. ഇനി നമ്മൾ ടെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ലോവർ മാസ് എടുത്താൽ, ഹാങ്ങിങ് മാസ് എടുത്താൽ, അപ്പോൾ അതിൻ്റെ വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യും, ടെൻഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ മോഷൻ്റെ ഇക്വേഷൻ എടുത്താൽ mg മൈനസ് t is equal to m into a വരും, t is equal to m into g minus a വരും. എയ്ക്ക് എന്ത് കൊടുക്കണം? g by 3 കൊടുക്കണം. സോ m into g minus g by 3 ദാറ്റ് ഈസ് m into 2g by 3 വരും. m 3 ആണ്. അപ്പോൾ സോൾവ് ചെയ്താൽ നമുക്ക് t is equal to 2g 20 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല. ഇനി ടെൻഷൻ കിട്ടിയാൽ നമ്മൾ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എടുത്താൽ മതി. യങ്സ് മോഡുലസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ, സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ, ഫോഴ്സ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിലെ ടെൻഷനാണ്. അപ്പോൾ t by a ഡിവൈഡ് ബൈ സ്ട്രെയിൻ ഡെൽറ്റ l by l. നമുക്ക് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ഡെൽറ്റ l by l കണ്ടുപിടിക്കേണ്ടേ, ദാറ്റ് ഈസ് t by a y വരും. ടെൻഷൻ്റെ വാല്യൂ 20 ആണ്. ഏരിയ നമുക്ക് ഇവിടെ 0.005 ആണ്. അത് 5 into 10⁻⁻³ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അതിനെ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റണം. അപ്പോൾ ഇൻറ്റു 10⁻⁻⁴ എടുക്കണം. വൈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 2 into 10⁻11. ശരിയല്ലേ? അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും 20/4. നമുക്ക് 20/5 4 വരും, 4/2 വരും. പിന്നെ 10⁻³ -4 7 വരും, 10⁻⁻7.
ഇൻറ്റു 11 എടുക്കുമ്പോൾ നമുക്ക് 2 × 10⁻⁻⁴ വരും. നമുക്ക് ആ 2 × 10⁻⁻⁴ അപ്പം ഡാഷ് ഇൻറ്റു 10⁻⁻⁴ എന്നാണ്. അപ്പോൾ ഇവിടെ എത്ര വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ 2 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? സിമ്പിളാണ്. ടെൻഷൻ ഓൺ ദ സ്ട്രിങ് കണ്ടുപിടിക്കുക, പിന്നെ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ ചെയ്യുന്ന സ്ട്രെയിൻ കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? നമുക്കടുത്ത 55ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് 2 times magnified റിയൽ ഇമേജ് ആസ് പ്രൊഡ്യൂസ്ഡ് ബൈ കോൺവെക്സ് ലെൻസ് ഈസ് 45 cm. ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് യൂസ്ഡ് ഈസ്. നമുക്കൊരു ഒരു റിയൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോർമലി ഒരു കോൺവെക്സ് ലെൻസ് ആണ്, അല്ലെങ്കിൽ കൺവേർജിങ് ലെൻസ് ആണ്. ഒരു കൺവേർജിങ് ലെൻസ് അവിടെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്കൊരു സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ആ സ്ക്രീനിലൊരു ഇമേജ് കിട്ടി. ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതാണ് സിറ്റുവേഷൻ. ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എന്നെടുക്കാം, ഇമേജ് ഡിസ്റ്റൻസ് വി എന്നെടുക്കാം. ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് 2 times ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. റിയൽ ഇമേജ് 2 times മാഗ്നിഫൈഡ് എന്ന്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് HO ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് 2HO വരും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് റിയൽ ഇമേജ് ആണ് തന്നിരിക്കുന്നത്. ഇതായത് V + U ആണ് തന്നിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് V + മാഗ്നിറ്റ്യൂഡ് ഓഫ് U. നമ്മൾ സൈൻ കൊടുക്കണ്ട. മാഗ്നിറ്റ്യൂഡ് ഓഫ് V + U എന്ന് പറയുന്നത് 45 ആണ്. ഇനി ഇത്ര ഉള്ളൂ. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, HI/HO. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് V/U ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നിഫിക്കേഷൻ HI/HO എടുത്താൽ V/U. നമ്മൾ HI എത്രയാണ്? 2HO. അപ്പോൾ മാഗ്നിഫിക്കേഷൻ 2 ആണ്. അപ്പോൾ V/U. ഞാനിവിടെ സൈൻ കൊടുത്തിട്ടില്ല. സൈൻ കൊടുത്താൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് V/U = 2 എന്ന് എടുക്കുക. അപ്പോൾ V = 2U. അപ്പോൾ വിക്ക് പകരം 2U കൊടുക്കുക. അപ്പോൾ 2U + U = 45. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് U = 45/3 15 cm. അവിടെ ഞാൻ സൈൻ കൊടുത്തിട്ടില്ല, കാരണം മാഗ്നിറ്റ്യൂഡ് ഓഫ് V + മാഗ്നിറ്റ്യൂഡ് ഓഫ് U ആണ് 45. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നിഫിക്കേഷൻ എന്ന Vയും Uവും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ച് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ U = 15 എന്ന് കിട്ടി. അപ്പോൾ ഫോക്കൽ ലെങ്ത് കാണാനാണ് ചോദ്യം. ഇനി പല മെത്തേഡ് ഉണ്ട്, നമുക്ക് പല ഇക്വേഷൻസ് എടുക്കാം. എളുപ്പം M = F - V/F എടുക്കാം. മാഗ്നിഫിക്കേഷനും വിയും തമ്മിലുള്ള റിലേഷൻ എടുക്കാം, അല്ലെങ്കിൽ M = F/F + U എടുക്കാം. ഏതെടുത്താലും സെയിം റിസൾട്ട് കിട്ടും കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ M = F - V/F അല്ലെങ്കിൽ F/F + U എടുക്കാം. M എത്രയാണ്? 2 ആണ്. പക്ഷേ ഇവിടെ സൈൻ കൊടുത്താൽ റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് ഇമേജുകൾക്ക് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ്. അപ്പോൾ M -2 കൊടുക്കണം. ഫോക്കൽ ലെങ്ത് നമുക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കണം. യുവിൻ്റെ വാല്യൂ സൈൻ കൊടുത്താൽ -15 ആണ്. ഇവിടെ സൈൻ കൊടുക്കണം, നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിച്ചത്. ഇവിടെ റിയൽ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് U നെഗറ്റീവ് ആണ് അല്ലേ, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ -2F -30 = F വരും. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടാൽ 30 = 3F എന്ന് വരും. സോ F = 10 cm വരും. അപ്പോൾ ഫോക്കൽ ലെങ്ത് 10 cm. ഫോക്കൽ ലെങ്ത് പ്ലസ് കിട്ടിയാൽ അത് കൺവാർജിങ് ലെൻസാണ് നമുക്കറിയാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് ഓൾറെഡി അറിയാം. ഇവിടെ ഒരു കൺവാർജ് ലെൻസ് വെച്ചാലേ നമുക്ക് റിയൽ ആൻഡ് എൻലാർജ്ഡ് ഇമേജ് കിട്ടുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് +10 എന്ന് കിട്ടും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 56ാമത്തെ ചോദ്യം. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ ഇൻ ദി ടൈം ഇൻ്റർവൽ T2 T+1 second are 125 and 50 m/s. The distance travelled by the particle in T+2 second is. നമുക്ക് തന്നിരിക്കുന്നത് T സമയം മുതൽ T+1 സമയം വരെ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ വെറുതെ S1 എന്ന് വിചാരിച്ചു, അത് 125 മീറ്റർ. അവിടെ വെലോസിറ്റിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് 50 m/s. അപ്പോൾ നമുക്ക് T2 T+1 എന്ന് പറയുന്നത് ടൈം ഇൻ്റർവൽ എടുക്കുവാണെങ്കിൽ 1 സെക്കൻഡാണ്. ശരിയല്ലേ? 1 സെക്കൻഡ് കൊണ്ട് വെലോസിറ്റി എത്ര ചേഞ്ച് ചെയ്യുമോ അതാണ് ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ A = 50 m/s² അല്ലേ? മനസ്സിലായല്ലോ? അവിടെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഫ്രം T2 T+1. അപ്പോൾ ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഇൻ 1 സെക്കൻഡ് ആണ് 50 m/s. അപ്പോൾ ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം ഏതാണോ അതാണ് ആക്സലറേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആക്സലേഷൻ 50 m/s² എന്ന് കിട്ടും. ഇവിടെ ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആണെന്നുള്ള ഇൻഫർമേഷൻ ഇല്ല, പക്ഷേ ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആക്സലേഷൻ കോൺസ്റ്റൻ്റ് A = 50 m/s² എന്ന് കിട്ടി. അപ്പോൾ നമുക്കത് പല വിധത്തിൽ വെച്ചാൽ നമുക്ക് ജനറൽ ഇക്വേഷൻ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിലുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ T0 നമ്മൾ അസ്യൂം ചെയ്തു.
അവിടെ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ t+1 എന്ന് പറയുന്നത് 1 സെക്കൻഡ് വരും. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് t0 എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ അവിടെ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് വിചാരിക്കാം. അപ്പോൾ t+1 പകരം 0+1 1 സെക്കൻഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ആദ്യത്തെ 1 സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് 125 മീറ്റർ. അതുകൊണ്ട് S1 കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ut + ½ at² എന്ന് കൊടുക്കാം. അങ്ങനെ എഴുതാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഇവിടെ t0യിൽ ഇനിഷ്യൽ വെലോസിറ്റി 0 u എന്ന് വിചാരിച്ചു. അപ്പോൾ t+1 സെക്കൻഡിൽ 1 സെക്കൻഡ് എന്ന് എടുത്തു. അതുകൊണ്ട് ആദ്യത്തെ 1 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് S1 കൺസിഡർ ചെയ്തു. അപ്പോൾ S1 ഈസ് ut + ½ at². S1 എത്രയാണ്? 125 ആണ്. u നമുക്കറിയത്തില്ല, t1 ആണ്. a നമുക്കറിയാം 50 ആണ്. 50/2 × t1 ആണ്. അപ്പോൾ നമുക്ക് u കിട്ടുമല്ലോ. 125 മൈനസ് 50/2 25. അപ്പോൾ u ഈസ് ഈക്വൽ ടു 100 മീറ്റർ/സെക്കൻഡ് വരും. അപ്പോൾ t0 എന്ന് നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈം എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് സ്റ്റാർട്ടിംഗ് ടൈമിലെ വെലോസിറ്റി 100 മീറ്റർ/സെക്കൻഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ t+2 സെക്കൻഡ്. നമ്മൾ t എത്രയെന്ന് എടുത്താൽ 0 എന്ന് എടുത്തേ. t0 എന്ന് എടുത്താൽ t+2 എന്ന് പറയുന്നത് എത്രയാവും? 2 സെക്കൻഡ് വരും. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം. അപ്പോൾ അതിന് നമുക്കറിയാമല്ലോ എന്ത് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് u + a/2 × 2n-1 ആണ്. അപ്പോൾ യുവിന് പകരം നമുക്ക് 100 ആണ്, എക്ക് പകരം 50 ആണ്. 50/2 × 2 × എന്നിന് പകരം ഇവിടെ 2th സെക്കൻഡ് ആണ്. അപ്പോൾ എന്നിന് 2 കൊടുക്കണം. അപ്പോൾ 2 × 2-1 വരും. ദാറ്റ് ഈസ് 100 + 25 × 3 വരും. ദാറ്റ് ഈസ് 75 + 100 175 മീറ്റർ വരും. അപ്പോൾ ആൻസർ 175 മീറ്റർ. ഇനി ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ t+1 എടുത്തിട്ട് t തൊട്ട് t+1 വരെ 1 സെക്കൻഡ് ആണ്. അപ്പോൾ ആ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് u + a/2 × 2n-1 എടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ മാത്തമാറ്റിക്കലി ലെങ്തിയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തത് 57ാമത്തെ ചോദ്യം. എ കപ്പാസിറ്ററോ കപ്പാസിറ്റൻസ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഹാസ് എനർജി V. എനർജി, അപ്പോൾ നമുക്കൊരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്റർ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ആ കപ്പാസിറ്ററിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. അപ്പോൾ അതിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി ½ CV² ആണ്. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ ½ CV². It is connected to another capacitor, capacitance 2C and a potential 2V. The loss of energy is x/3 then where x is. നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് കപ്പാസിറ്റേഴ്സ് സെപ്പറേറ്റ്ലി ചാർജ് ചെയ്തു, അതിനുശേഷം അവരെ പാരലലായിട്ട് കണക്ട് ചെയ്തു. എനർജി ലോസ് ഡ്യൂ ടു ചാർജ് ഷെയറിംഗ് C1 C2 ഡിവൈഡഡ് ബൈ 2 × C1 + C2 × V1 - V2 ഹോൾ സ്ക്വയർ. ഈക്വേഷൻ ഡയറക്റ്റ് നമുക്കറിയാം. രണ്ട് കപ്പാസിറ്റേഴ്സ് C1 C2, അവരുടെ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 V2, അവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തു. വെറുതെ പറഞ്ഞാൽ പോസിറ്റീവ് പ്ലേറ്റുകൾ ഒരുമിച്ച് കണക്ട് ചെയ്തു, നെഗറ്റീവ് പ്ലേറ്റുകൾ ഒരുമിച്ച് കണക്ട് ചെയ്തു. അപ്പോൾ C1 C2/2 × C1 + C2 × V1 - V2 ഹോൾ സ്ക്വയർ ആണ് എനർജി ലോസ്. ആ എനർജി ലോസ് നമുക്ക് തന്നിട്ടുണ്ട് XE/3 ആണ്. അപ്പോൾ എനർജി ലോസ് XE/3. നമുക്കവിടെ C1 C2 എത്രയാണ്? C1 C ആണ്, C2 2C ആണ്. ബൈ 2 × C1 + C2 3C വരും. V1 - V2 ഹോൾ സ്ക്വയർ. V1 Vയും ഇത് 2V ആണ്. അപ്പോൾ V - 2V ഹോൾ സ്ക്വയർ V² തന്നെ വരും. ശരിയല്ലേ? ഇത് നോക്കിയാൽ നമുക്കിവിടെ ഒരു C കോമൺ ആയതുകൊണ്ട് ക്യാൻസലായി പോവും. ഇവിടെ ഒരു 3 കോമൺ ആയിട്ട് ക്യാൻസലായി പോവും. x × E is equal to ഇവിടെ 1/2 × നമുക്ക് 2 എടുക്കുവാണെങ്കിൽ 2 × ½ CV² എന്ന് എടുക്കും. ഇവിടെ ഒരു 2 എടുത്താൽ ബാക്കി ½ CV². ½ CV² എന്തുവാ? ഇനിഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ ഫസ്റ്റ് കപ്പാസിറ്റർ, അതാണ് E എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2E എന്ന് വരും. അപ്പോൾ x is equal to 2 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. എക്സിൻ്റെ വാല്യൂ വരുന്ന ചോദ്യം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എനർജി ലോസ് ഡ്യൂ ടു ഷെയറിംഗ് ഓഫ് ചാർജസ് നമുക്കറിയാം, അത് ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി. അടുത്ത 58ാമത്തെ ചോദ്യം. കൺസിഡർ എ ഡിസ്ക് ഓഫ് മാസ് ഓഫ് 5 kg, റേഡിയസ് 2 മീറ്റർ, റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ട്. An identical disk is kept gently over the rotating disk along the same axis. The energy dissipated so that both the disks continue to rotate together without slipping is. അപ്പോൾ അതിന് ഡയറക്റ്റ് ഇക്വേഷൻ നമുക്കറിയാം. ഒരു ഡിസ്ക് റൊട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. മൊമെന്റ് ഓഫ് ഇനീഷ്യ I1, ആംഗിൾ വെലോസിറ്റി ω1. അതിന് മുകളിലേക്ക് നമ്മൾ വേറൊരു ഡിസ്ക് വിച്ച് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗിൾ വെലോസിറ്റി ω2 പ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനർജി ലോസിൻ്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പായി ചെയ്ത ക്വസ്റ്റ്യന് സിമിലർ ആണ്. എനർജി ലോസ് ഡ്യൂ ടു ഫ്രിക്ഷണൽ ടോർക്ക്, ഇവിടെ ഫ്രിക്ഷൻ ഒക്കെ ഉണ്ടാകും നമുക്കറിയാം. അപ്പോൾ ആ എനർജി ലോസ് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനീഷ്യ I1 I2 ആണെങ്കിൽ ½ × I1 I2 ഡിവൈഡഡ് ബൈ I1 + I2 ×
omega 1 minus omega 2 whole square. That's the general equation. I1, I2 moments of inertia, omega 1, omega 2 initial angular velocities. ഇവിടെ ഒരാൾ ഇനിഷ്യലി റൊട്ടേഷൻ നടക്കുന്നു, അയാൾക്ക് റൊട്ടേഷൻ ഇല്ല. രണ്ടുപേരും ഐഡൻറ്റിക്കൽ ഡിസ്ക് ആണ്, ഐഡൻറ്റിക്കൽ ഡിസ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ I1ഉം I2ഉം സെയിമാണ്. അപ്പോൾ I1 ഇൻറ്റു I2 I² വരും, 2 ഇൻറ്റു I1 പ്ലസ് I2 2I വരും, ഒമേഗ 1 മൈനസ് 0². ഒരാൾ റൊട്ടേഷൻ നടക്കുന്നുണ്ട് ഇനിഷ്യലി, ഒരാൾ റെസ്റ്റിലാണ്, അപ്പോൾ ഒമേഗ 2 0 എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു I/4 ഇൻറ്റു ഒമേഗ 1². I കാണുമ്പോൾ നമുക്കറിയാം സർക്കുലർ ഡിസ്ക് ആണ്, റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. സർക്കുലർ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ mr²/2 ആണ്. മാസിൻ്റെ വാല്യൂ 5 ആണ്, /2 ഇൻറ്റു റേഡിയസ് നമുക്ക് 2 മീറ്റർ ആണ്, അപ്പോൾ 2² 4. ഒമേഗ 1 എന്ന് പറയുന്നത് 10 ആണ് അല്ലേ, അപ്പോൾ 10² 100 വരും, /4 വരും. അപ്പോൾ ഡയറക്റ്റ് കിട്ടും, 4 ക്യാൻസലായി പോകും, 100/2 50 വരും, 50 ഇൻറ്റു 5 250 വരും. അപ്പോൾ 250 ജൂളാണ് നമുക്ക് എനർജി ലോസ് വരുന്നത്. അപ്പോൾ ആൻസർ 250 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. അടുത്ത 59th ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ദി ഫ്രീക്വൻസി ഓഫ് ഫണ്ടമെന്റൽ നോട്ട് ഈസ് 30 ഹെർട്സ്. A certain amount of water is now poured into the organ pipe so that the fundamental frequency is increased to 110 Hz. If the organ pipe has a cross-sectional area 2 cm², the amount of water poured in the organ tube is dash gram. നമുക്ക് മാസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളാണ്. ആദ്യം ഒരു ഓർഗൻ പൈപ്പ് കൺസിഡർ ചെയ്തു. ആ ഓർഗൻ പൈപ്പിൽ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണ്, അപ്പോൾ അതിൻ്റെ ഒരെൻഡ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് L1 എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനകത്ത് ഫണ്ടമെൻ്റൽ മോഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഫണ്ടമെൻ്റൽ മോഡിൻ്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ U1 ഈസ് ഈക്വൽ ടു V/4 L1. അപ്പോൾ L1 ഈസ് ഈക്വൽ ടു V/4 μ1 വരും. വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 330 m/s ആണ്, /4 ഇൻറ്റു ഫ്രീക്വൻസി 30 ആണ്. അപ്പോൾ നമുക്ക് ഒറിജിനൽ ലെങ്ത് ഓഫ് ദി പൈപ്പ് കിട്ടും. ഇനിഷ്യലി ലെങ്ത് ഓഫ് ദി പൈപ്പ് ഏതാണോ അത് കിട്ടും. അപ്പോൾ അത് 2.75 മീറ്റർ എന്ന് കിട്ടും. രണ്ടാമത് എന്ത് ചെയ്തു, നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 110 Hz ആയി. അപ്പോൾ നമുക്കറിയാം വെള്ളം ഒഴിക്കുമ്പം ലെങ്ത് ഓഫ് ദി എയർ കോളം ഡിക്രീസ് ചെയ്യും. നമുക്ക് രണ്ടാമത്തെ കേസിൽ കുറേ ലിക്വിഡ് ഒഴിച്ചു, നമുക്കിവിടം വരെ വെള്ളം ഒഴിച്ചെന്ന് വിചാരിക്കും. അപ്പോൾ ബാക്കിയുള്ള ലെങ്ത്തിലാണ് വൈബ്രേഷൻ നടക്കുന്നത്, ആ ലെങ്ത്ത് L2 എന്ന് വിചാരിച്ചു. ഇപ്പോൾ എയർ കോളത്തിൻ്റെ ലെങ്ത്ത് L2. അവിടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 𝜇2 ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ സെയിം തന്നെയാണ്, V/4 L, Lന് പകരം L2 കൊടുക്കാം. L2 ഈസ് ഈക്വൽ ടു V/4 𝜇2. ദാറ്റ് ഈസ് ഈക്വൽ ടു 330 /4 ഇൻറ്റു ന്യൂവിൻ്റെ വാല്യൂ നമുക്ക് ഇപ്പോൾ 110 ആണ്. അപ്പോൾ L2 ഈസിൽ 0.75 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ കേസിൽ എയർ കോളത്തിൻ്റെ ലെങ്ത് നമുക്ക് 0.75 മീറ്റർ കിട്ടി. ആദ്യം എത്രയായിരുന്നു, 2.75 മീറ്ററാണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദി വാട്ടർ കോളം എത്രയാണെന്ന് നോക്കിയേ. നമ്മളിവിടെ ഒഴിച്ചാൽ ലെങ്ത് ഓഫ് ദി വാട്ടർ കോളം ഓർ ഹൈറ്റ് ഓഫ് ദി വാട്ടർ കോളം h എന്ന് വിചാരിക്കാം. അപ്പോൾ h ഈസ് ഈക്വൽ ടു L1 മൈനസ് L2 ആണ്. ദാറ്റ് ഈസ് 2.7 മൈനസ് 0.75 2 മീറ്റർ വരും. അപ്പോൾ നമ്മൾ എത്ര ഹൈറ്റ് ഓഫ് വാട്ടർ കോളം ഇവിടെ ഉണ്ടോ അത് കിട്ടി 2 മീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട അതിൻ്റെ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ഗ്രാം ആണ് കണ്ടുപിടിക്കേണ്ടത്, മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് കാണാൻ വേണ്ടിയിട്ട് വോളിയം ഇൻറ്റു ഡെൻസിറ്റി, ഇവിടെ വോളിയമാണ് കേട്ടോ. വോളിയം ഹൈറ്റ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ഇൻറ്റു ഡെൻസിറ്റി. ഹൈറ്റ് 2 മീറ്റർ ആണ്, ഏരിയ എത്രയാണെന്ന് നോക്കിയേ. ഏരിയ 2 cm² ആണ്. അപ്പോൾ 2 ഇൻറ്റു 10⁻⁻4 വരും. ഡെൻസിറ്റി ഓഫ് വാട്ടർ 10⁻³ ആണ് അല്ലേ. അപ്പോൾ 4 ഇൻറ്റു 10⁻³ 0.4 കിലോഗ്രാം വരും. നമുക്ക് ആൻസർ ഗ്രാമിലാണ്, അപ്പോൾ 0.4 ഇൻറ്റു 10⁻³ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 400 കിലോഗ്രാം, 400 ഗ്രാം വരും. അപ്പോൾ ആൻസർ 400. അപ്പോൾ ഗ്രാമിലാണ് എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൻസർ 400 ഗ്രാം എന്ന് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സീലിംഗ് ഫാൻ ഹാവിംഗ് 3 ബ്ലേഡ്സ് ഓഫ് ലെങ്ത് 80 cm ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി 1200 revolutions per minute. The magnetic field of the earth in the region is 0.5 Gauss and angle of dip is 30 degree. The EMF induced across the blades is n pi into 10⁻⁻5 volt. The value of n is. നമുക്കറിയാം നമ്മൾ എർത്തിൻ്റെ മാഗ്നറ്റിസം നമുക്ക് സിലബസിൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലൊക്കെ ഇൻഡ്യൂസ്ഡ് EMF കാണുമ്പോൾ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റിസൾട്ടൻ്റ് വാല്യൂവും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിളാണ് ഡിപ്പ്. അപ്പോൾ ഈ ഡിപ്പ് ആംഗിൾ തീറ്റ, മാഗ്നറ്റിക് ഫീൽഡ് റിസൾട്ടൻ്റ് ബി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടായിട്ട് റിസോൾവ് ചെയ്താൽ ഒരു കോമ്പണൻ്റ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അത് ബി എച്ചും അടുത്ത കോമ്പണൻ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ബി വിയും വരും. നമുക്ക് ആ സീലിംഗ് ഫാനിൽ ഇതിൻ്റെ ബ്ലേഡ്സ് റൊട്ടേഷൻ നടക്കുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ബ്ലേഡ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേഷൻ നടക്കുന്നു, ഇങ്ങനെ റൊട്ടേഷൻ നടക്കുന്നു. അപ്പോൾ ബി എച്ച് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണല്ലോ. അപ്പോൾ ആ ബി എച്ചിന് ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി വി ആയിരിക്കും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബി വി. അപ്പോൾ ബാക്കി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ബി ഒമേഗ ആർ സ്ക്വയർ ബൈ 2. അപ്പോൾ അതാണ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ. ഒരു സീലിംഗ് ഫാനിൻ്റെ ഒരു ബ്ലേഡ് ഒരു കണ്ടക്ടറായിട്ട് എടുത്ത് അതിൻ്റെ ആക്സിസ് റൊട്ടേഷൻ ഓറിയൻറ്റിൽ കൂടിയാണ്. അപ്പോൾ റൊട്ടേഷൻ നടക്കുമ്പോൾ ബി ഒമേഗ ആർ സ്ക്വയർ ബൈ 2 ആണ് ഇൻഡ്യൂസ്ഡ് EMF. ബി എന്ന് പറയുന്ന വെർട്ടിക്കൽ കോമ്പണൻറ്റ് കൊടുക്കണം, അപ്പോൾ ബി വി വരും. അപ്പോൾ ബി വി എന്ന് പറയുന്നത് ബി സൈൻ തീറ്റയാണ് നമുക്കറിയാം. അപ്പോൾ ബി സൈൻ തീറ്റ ഒമേഗ ആർ സ്ക്വയർ ബൈ 2 വരും. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 0.5 ഗോസ് ആണ്. അപ്പോൾ 0.5 × 10⁻⁻⁴ ടെസ്ല വരും. തീറ്റയുടെ വാല്യൂ സൈൻ 30. സൈൻ 30 നമുക്കറിയാം 1/2 ആണ്. ഇൻറ്റു 1/2 ഇൻറ്റു ഒമേഗ എടുക്കുമ്പം നമുക്ക് ആ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഒമേഗ 2πf ആണ്. 2π × f 1200 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ അതിന് റെവല്യൂഷൻസ് പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പോൾ 1200/60 വരും. ദാറ്റ് ഈസ് 120/620 വരും. 20 × 2 40π വരും. അപ്പോൾ ഒമേഗയുടെ വാല്യൂ നമുക്ക് 40π. അപ്പോൾ ഒമേഗയ്ക്ക് 40π കൊടുക്കണം. ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ബ്ലേഡ് ആണ്. അത് 80 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 80 സ്ക്വയർ അതിന് മീറ്റർ ആകുമ്പോൾ 0.8 സ്ക്വയർ 0.64 വരും. ശരിയല്ലേ? നമുക്ക് 1/2 4 പോയിട്ട് ഇവിടെ 10 വരും. 10π വരും. 0.5 × 0.64 0.32 വരും. ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു 10⁻⁻³ വരും. ഇതിൻ്റെ ഒരു പൈയും കൂടെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു nπ × 10⁻⁻⁵. 10⁻⁵ ആക്കുമ്പോൾ ഒരു 32 വരുമല്ലോ. അപ്പോൾ 32π × 10⁻⁻⁵ വോൾട്ട് വരും. അപ്പോൾ നമുക്ക് 32 ആണ് എന്നിൻ്റെ സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ ആൻസർ ഈസ് 32. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് മിക്കവാറും എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. റിസൾട്ടൊക്കെ ഒന്ന് നല്ല റിസൾട്ട് കിട്ടി കാണും. ഇനി അടുത്ത എക്സാമിന് തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണം അല്ലേ? നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ കാരണം നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ എത്ര ഡിഫിക്കൽട്ടി ലെവലൊക്കെ വരുമെന്ന് ഏകദേശമൊക്കെ അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.